ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പാട്ടുപുരയ്ക്കലെ കർത്താവും അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് പത്മാവതി പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തുവാണ്. വേണുവേട്ടനാണ് കാർ ഓടിക്കുന്നത്. കൂടെ പ്രതാപനും ഇരിപ്പുണ്ട്. പ്രതാപനും വേണുവേട്ടനും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ് കർത്താവിന്. കർത്താവാണെങ്കിൽ വളരെ പുഞ്ചിരിയോടെ വലിയ അഹങ്കാരത്തോടെ കാറിലിരിക്കുന്ന പത്മാവതിയോട് പറയുന്നു, മോളിങ്ങോട്ടൊന്ന് ഇറങ്ങി വരാവോ? അതെന്തിനാ, ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ പോരെ എന്നിങ്ങനെ പത്മ ചോദിക്കുമ്പോൾ കർത്താവ് പറയുക, അല്ല, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാമായിരുന്നല്ലോ. അത് കേട്ട് പ്രതാപനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പത്മയോട് പറയുക, പത്മേ ഒന്ന് ഇറങ്ങിക്കൊടുക്ക്, ഒരു മുതിർന്ന പ്രായമുള്ള ആളല്ലേ പറയുന്നത്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് വേണുവേട്ടൻ പറയുക, ഇദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം ഒരു പിതാവിൻ്റെ സ്ഥാനത്തു നിന്നാണ് വിളിക്കുന്നതെന്ന്. അങ്ങനെ പത്മ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പ്രതാപനും വേണുവേട്ടനും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പത്മാവതി ചോദിക്കുന്നു, എന്താണ് സംസാരിക്കാനുള്ളത്? അതെ, ഞാൻ ഊർമിളയുടെ അച്ഛനാണ്. അത് പത്മയ്ക്ക് അറിയാവുന്നതല്ലേ? അതൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പത്മ പറയുമ്പോൾ കർത്താവ് കൂടെ വന്ന ഗുണ്ടകളോട് പറയുന്നു, അങ്ങോട്ടൊന്ന് മാറി നിൽക്കടാ, നിങ്ങളെപ്പോലുള്ള ഗുണ്ടകളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഈ കൊച്ച് ഞാൻ പറയുന്നതെന്ന് അനുസരിച്ചോളൂ. വീണ്ടും പരിഹസിച്ചുകൊണ്ട് വേണുവേട്ടൻ പറയാം, പ്രതാപ, ഇവർ ഗുണ്ടകളാണെന്ന്. അത് പിന്നെ ഇവരെ കണ്ടാൽ അറിഞ്ഞുകൂടെ വേണുവേട്ട, നല്ല ഒന്നാന്തരം ഗുണ്ടകളാണെന്ന്. പത്മാവതിക്ക് ദേഷ്യം വന്നിട്ട് പോയ, നിങ്ങൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. അത് കൊച്ചേ പറയാൻ പറ്റൊന്നുമല്ല, ഇപ്പം നടക്കാൻ പോകുന്ന ഡാൻസിൻ്റെ മത്സരമില്ലേ, അതിലെ എൻ്റെ മകൾ ഊർമിള ജയിക്കണം. അത് കേട്ട് പത്മാവതി പറയാം, അതിനെന്താ, ജയിച്ചോട്ടെ, അതിന് ഞാനെന്ത് വേണം? അത് പിന്നെ എൻ്റെ മകൾ ഊർമിള ജയിക്കണമെങ്കിലേ പത്മ കൊച്ചൊന്ന് തോറ്റു കൊടുക്കണം. അയാൾ പറയുന്നത് കേട്ട് പത്മ പറയാം, ഞാൻ മത്സരിക്കുന്നത് ജയിക്കാനാ, ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. അത് മാത്രമല്ല, ഞാൻ അങ്ങനെ തോറ്റു കൊടുത്തിട്ട് അവൾ ജയിക്കുകയും വേണ്ട. ദാണ്ട കൊച്ചെ, സൂര്യമംഗലത്തെ മഹാദേവവർമ്മയുടെ അത്രയും പണക്കൊഴുപ്പൊന്നും എനിക്കില്ലെങ്കിലും പാട്ടുപുരയ്ക്കലെ കർത്താവ് അത്ര മോശക്കാരനൊന്നും അല്ല. അയ്യോ, അതിന് ഞാനെന്ത് വേണം എൻ്റെ ഈശോയെ? ഓ അല്ല കർത്താവേ. കർത്താവിനും ആകെ ദേഷ്യം വരുവാൻ. അയാൾ പറയുക, വേണ്ട കൊച്ചെ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആഹാ, അല്ലെങ്കിലോ എന്നിങ്ങനെ പത്മ ചോദിക്കുമ്പോൾ കർത്താവ് പറയുക, നീ ദുഃഖിക്കേണ്ടി വരും, നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് പത്മാവതി പെട്ടെന്ന് കാറിലേക്ക് കയറാനൊരുങ്ങുമ്പോൾ എടി എന്നും വിളിച്ച് പത്മാവതിയെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ്. പ്രതാപൻ ദേഷ്യത്തോടെ കർത്താവിൻ്റെ മുന്നിലോട്ട് കയറി നിന്നിട്ട് പറയാം, എടോ, ഉയർത്തിയ കൈ താഴ്ത്തിയിടോ. പ്രതാപൻ്റെ ആ ദേഷ്യവും ഭാവവും കണ്ട് പെട്ടെന്ന് കർത്താവ് കൈ അങ്ങോട്ട് താഴ്ത്തിയിടുവാണ്. അപ്പോൾ പ്രതാപൻ പറയുക, ഇപ്പോൾ താൻ ഈ കൈ ഉയർത്തിയിരിക്കുന്നുണ്ടല്ലോ, തൻ്റെ പ്രായത്തെ ഓർത്ത് ഞാൻ വെറുതെ വിടുക. ഇനി മേലാൽ തൻ്റെ കൈ സൂര്യമംഗലത്തെ കുട്ടിയുടെ നേരെ ഓങ്ങിയാലുണ്ടല്ലോ, തൻ്റെ കൈ മാത്രമല്ല ഞാൻ വെട്ടിയെടുക്കാൻ പോകുന്നത്, തൻ്റെ തല കൂടി ഇനി വെട്ടിയെടുക്കും. അത് കേട്ട് വേണുവേട്ടൻ പറയാം, എടോ, പ്രതാപൻ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അത് മാത്രമല്ല, പ്രതാപൻ ചോദിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കാൻ നിൽക്കുന്ന കൂട്ടുകാരും ഉണ്ട് കൂടെ. പ്രതാപൻ എന്നിട്ട് ആ ഗുണ്ടകളോട് ചോദിക്കുന്നു, നിനക്കൊക്കെ നാണമില്ലേടാ? എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിച്ചു കൂടെടാ, ഇവന്മാരുടെയൊക്കെ പുറകിന് നടക്കാൻ. കർത്താവാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക, തൻ്റെ മകൾക്ക് 1ാം സമ്മാനം വാങ്ങിക്കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതൊക്കെ ചീറ്റിപ്പോയല്ലോ എന്നുള്ള ദേഷ്യത്തിൽ നിൽക്കുക. നമ്മുടെ വേണുവേട്ടൻ പറയുക, എടോ, താൻ പാട്ടുപുരയ്ക്കൽ കർത്താവല്ല, ഇനി ഊട്ടുപുരയ്ക്കൽ തങ്കമ്മയുടെ ഭർത്താവായാലും ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി എപ്പോഴെങ്കിലും സൂര്യമംഗലത്തെ കുട്ടിയുടെ നേർക്ക് ഒരു വിലങ്ങതടിയായി താൻ വന്നാൽ പിന്നെ പാട്ടുപുരയ്ക്കൽ തറവാടുമില്ല, താനുമില്ല, കത്തിച്ചു കളയും ഞാൻ എന്നിങ്ങനെ ദേഷ്യത്തോടെ പ്രതാപൻ പറയുവാണ്. പത്മേ, വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞിട്ട് വേണുവേട്ട വണ്ടി എടുക്ക് എന്നും പറഞ്ഞ് പ്രതാപനും വേണുവേട്ടനും പത്മയും കൂടെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. കാറിനകത്ത് കയറി ഇന്ന് പത്മാവതി ഇങ്ങനെ പ്രതാപനെ തന്നെ നോക്കുവാണ്. ഈ പ്രതാപേട്ടന് എന്നോട് എന്ത് സ്നേഹമാ! ഞാനെന്ന് വെച്ചാൽ ചേട്ടന് ജീവന. ഇത് ഞാൻ നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു. പ്രതാപനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പത്മയെ നോക്കി പ്രതാപൻ ചോദിക്കുന്നു, എന്താ പത്മ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല പ്രതാപേട്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ പത്മേ, 1ഓ 2ഓ കാര്യങ്ങൾ ചോദിച്ചോ. പത്മയുടെ ഏത് ചോദ്യത്തിനും ഉത്തരം തരാൻ ഞാൻ തയ്യാറാ. ഇതെല്ലാം കേട്ടോണ്ട് വേണുവേട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സിൽ പറയുന്നുണ്ട്, ഈ പത്മാവതി കുഞ്ഞിന് പ്രതാപൻ എന്ന് വെച്ചാൽ വളരെ പുച്ഛമായിരുന്നല്ലോ, ഇപ്പോൾ എല്ലാം മാറിയല്ലോ, ഇപ്പോൾ ഭയങ്കര സ്നേഹമാണല്ലോ പത്മാവതി കുഞ്ഞിന്. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹം ഉണ്ടോ ഇനി പ്രതാപനോട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പത്മാവതി ചോദിക്കുക, പ്രതാപേട്ട,
എന്നോട് ആരെങ്കിലും വഴക്കിന് വന്നാൽ പ്രതാപേട്ട ശരിക്കും അവരോട് പ്രതികരിക്കുവോ? അതിനെന്താ പത്മ ഇത്ര സംശയം? പത്മയുടെ നേരെ ആര് വഴക്കുമായിട്ട് വന്നാൽ ഞാൻ പ്രതികരിക്കും. പത്മയുടെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീഴ്ത്താൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല. അതിനൊരു കാരണവുമുണ്ട്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മഹാദേവവർമ്മ സാറ്. അപ്പോൾ ആ സാറിൻ്റെ മകളെന്ന് വെച്ചാൽ പിന്നെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? അതെനിക്കൊരു ദേവത തന്നെയാണ്. ഇത് കേട്ട് പത്മാവതി സന്തോഷത്തോടെ ചിരിച്ച് ഇങ്ങനെ പ്രതാപനെ തന്നെ നോക്കിയിരിക്കുവാണ്. വേണുവേട്ടനാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും സംസാരവും നോട്ടവും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഡാൻസ് മത്സരം നടക്കുന്നിടത്തോട്ട് എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ആങ്കർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. രാഗമാലിക കൾച്ചറൽ നൃത്തവിദ്യാലയത്തിൻ്റെയും ആർട്ട് സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. നിങ്ങൾക്കേവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം. പ്രതിഭയുടെ തിളക്കവും സർഗസിദ്ധിയുള്ള കലാകാരികളാണ് ഇന്ന് ഈ മത്സരവേദിയിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. കാൽച്ചിലങ്കകൾ അണിയാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ്. ഈ സമയം അവിടേക്ക് സരസ്വതി അമ്മയും കൂടെ അംബികയും ചേർന്ന് വരുന്നുണ്ട്. സരസ്വതി അമ്മയെ കണ്ട് സദസ്സിലിരുന്നവരൊക്കെ എഴുന്നേറ്റ് റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് കർത്താവിന് അസൂയയും ദേഷ്യം കൊണ്ട് പറയാം, കണ്ടില്ലേ അയാളുടെ ഭാര്യ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു. എന്നോടും എൻ്റെ ഭാര്യയോടും ഈ നാട്ടുകാർക്ക് ഈ ബഹുമാനം ഉണ്ടോടാ എന്നിങ്ങനെ ഗുണ്ടകളോട് ചോദിക്കുവാണ്. അത് കേട്ട് കൂടെ വന്ന വിവരമില്ലാത്ത ഗുണ്ടകൾ പറയുന്നു, എന്നാൽ ഞങ്ങൾ അവരെയൊക്കെ മാറ്റി നിർത്തി നല്ല ഇടി കൊടുക്കട്ടെ, ഒന്ന് പോടാ അവിടുന്ന് എന്നും പറഞ്ഞ് കർത്താവ് വഴക്ക് പറയുന്നുണ്ടവന്മാരെ. അങ്ങനെ കോമ്പറ്റീഷൻ വേദിയിൽ ഊർമിള കർത്താവ് എന്ന അനൗൺസ്മെൻറ്റ് നടക്കുമ്പോൾ കർത്താവ് കൂടെ വന്ന ഗുണ്ടകളോട് പറഞ്ഞു, എടാ കയ്യടിക്കടാ കയ്യടിക്കടാ. അങ്ങനെ അവർ കയ്യടിക്കുവാണ് എല്ലാവരും ചേർന്ന്. ഊർമിള അങ്ങനെ സ്റ്റേജിൽ കയറി നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നുണ്ട്. പത്മാവതിയാണെങ്കിൽ ആ നൃത്തമല്ല നോക്കുന്നത്, പ്രതാപനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പത്മയുടെ ആ നോട്ടം കണ്ടിട്ട് ജഗന്നാഥൻ പറയുന്നു, പ്രതാപ പത്മയുടെ കണ്ണ് ഏതു നേരവും നിന്റെ നേരത്താണല്ലോടാ. ജഗന്നാഥൻ അങ്ങനെ പറഞ്ഞത് കേട്ട് പ്രതാപൻ ഇങ്ങനെ പത്മയെ നോക്കുന്നുണ്ട്. ശരിയാണ്, പത്മ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എടാ പ്രതാപ, അവൾക്കിനി നിന്നോട് വല്ല പ്രേമമോ മറ്റോ ആണോടാ എന്നൊക്കെ ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ, നിനക്ക് വെറുതെ തോന്നുന്നതാ, നീ ആവശ്യമില്ലാതൊന്നും പറയല്ലേ എന്നൊക്കെ പ്രതാപൻ പറഞ്ഞെങ്കിലും പ്രതാപനും ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുമ്പോൾ പത്മ ഇങ്ങനെ പ്രതാപനെ തന്നെ നോക്കുവാണ്. അടുത്തതായിട്ട് കൃഷ്ണപ്രിയയുടെ ഡാൻസാണ് നടക്കുന്നത്. ഈ സമയത്ത് പത്മാവതി ആകെ ടെൻഷനോട് ഇങ്ങനെ നിൽക്കുവാണ്. പത്മയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ജഗന്നാഥനും വേണുവേട്ടനും കൂടെ പത്മയുടെ അടുത്തോട്ട് പോവുകയാണ്. പത്മ എന്തിനോ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി സരസ്വതി അമ്മയും അവിടെ ടെൻഷനോട് ഇങ്ങനെ ഇരിക്കുവാണ്. അംബിക പ്രതാപനോട് പറയുന്നു, പത്മയ്ക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നല്ലോ. അപ്പോൾ സരസ്വതി അമ്മ പ്രതാപനോട് പറയുന്നു, പ്രതാപ മോൾക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ, മേഡം ഇവിടെ ഇരിക്കും, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് പ്രതാപൻ പത്മയുടെ അടുത്തോട്ട് പോവുകയാണ്. എന്താ പത്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രതാപേട്ട ഭാഗവതർ ഇതുവരെയും വന്നിട്ടില്ല. പ്രതാപന് ദേഷ്യം വരുവാണ്. എന്തൊരു മര്യാദകേടാ അയാളീ കാണിച്ചത്. അപ്പോൾ വേണുവേട്ടൻ പറയുന്നുണ്ട്, പേടിക്കണ്ട, പത്മാവതി കുഞ്ഞിൻ്റെ പേര് അനൗൺസ്മെൻറ്റ് ചെയ്തില്ലല്ലോ, അതിനു മുമ്പേ ഭാഗവതരിങ്ങ് എത്തും. പക്ഷേ കർത്താവും കൂടെ വന്ന ഗുണ്ടകളും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവ് ഗുണ്ടകളോട് പറയുന്നു, എടാ അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ, വേണ്ട അവൾ ആകെ ടെൻഷന് നിൽക്കുവാണല്ലോ, അവിടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്തോ തീ പിടിച്ച ലക്ഷണമാണല്ലോ, കണ്ടിട്ട് പ്രശ്നം എന്തോ ഗുരുതരമാണെന്നാ തോന്നുന്നു, ഞാൻ പോയൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് കർത്താവ് മോളോട് വന്ന് കാര്യങ്ങൾ ചോദിക്കുവാണ്. എന്താ മോളെ, ആ വർമ്മയുടെ മോക്ക് എന്താ ആകെ ടെൻഷനോട് നിൽക്കുന്നല്ലോ. അപ്പോൾ വലിയ സന്തോഷത്തോടെ ഊർമിള പറയുക, അച്ഛാ അതൊരു ഗുഡ് ന്യൂസാ. അയ്യോ എൻ്റെ മോളെ, ഗുഡ് ന്യൂസ് ആണെങ്കിലൊന്ന് വേഗം പറ, ഞങ്ങളൊന്ന് ചിരിക്കട്ടെ. അച്ഛാ അത് അവളുടെ പാട്ടുകാരനും പക്കമേളക്കാരനും അവർ രണ്ടുപേരും ഇതുവരെയും വന്നിട്ടില്ല. ഇതിപ്പോ ഒരു സന്തോഷം കർത്താവിനും ഊർമിളയ്ക്കുമില്ല. ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ട് കർത്താവ്. പത്മയുടെ അടുത്തോട്ട് ചെന്ന് സരസ്വതി അമ്മ ചോദിക്കുന്നു, എന്താ മോളെ, എന്താ പ്രശ്നം? അമ്മേ അത് പാടുന്ന ഭാഗവതർ ഇതുവരെയും വന്നിട്ടില്ല. അയ്യോ ദൈവമേ, ഇനി എന്തു ചെയ്യും? അയാൾ വരും, നിങ്ങൾ വിഷമിക്കാതെ, വരാതിരിക്കില്ല എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ പ്രതാപൻ പറയാ, അയാൾ വന്നാലും ഇനി അയാളെ വേണ്ട. അപ്പോൾ പിന്നെ ആര് പാടും എന്നിങ്ങനെ സരസ്വതിയമ്മ ചോദിക്കുമ്പോൾ ജഗൻ പറയുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ഇനി അടുത്തതായി മത്സരത്തിനായി രംഗവേദിയിലേക്ക് എത്തുന്നത് പത്മാവതി മഹാദേവവർമ്മയാണ് എന്നിങ്ങനെ ആങ്കർ അനൗൺസ്മെൻറ്റ് ചെയ്യുവാണ്. പാട്ടുകാരും പക്കമേളക്കാരും ഒന്നുമില്ലാതെ അവളുടെ ഡാൻസ് നടക്കത്തില്ലച്ചാ
എന്നിങ്ങനെ ഊർമിള കർത്താവിനോട് പറയുവാണ്. അപ്പോൾ നമ്മൾ ജയിക്കുമോളെ, അവളെയും അവിടെ അമ്മ സരസ്വതിയെയും നമുക്ക് കൂവി ഓടിക്കണം. ആങ്കർ അങ്ങനെ പത്മാവതിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പത്മാവതി അങ്ങനെ വിഷമത്തോടെ പ്രതാപനെ നോക്കുവാണ്. അങ്ങനെ പത്മാവതി സ്റ്റേജിലോട്ട് കയറുമ്പോഴേക്കും സരസ്വതി അമ്മ പാടുകയും പ്രതാപനാണെങ്കിൽ മൃദംഗം വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആകെ ടെൻഷനോടെ ഊർമിള പറയുന്നു, അച്ഛാ അത് കണ്ടോ, പാടുന്നത് അവളുടെ അമ്മ സരസ്വതി അമ്മയാ. അയ്യോ നമ്മളിനി എന്ത് ചെയ്യും അച്ഛാ എന്നിങ്ങനെ പറയുമ്പോൾ ഗുണ്ടാ ഒരുത്തൻ പറയാ, ഞാനെന്നാ കൂവി തോപ്പിക്കട്ടെ, ഒന്നും മിണ്ടാതിരിയടാ, നീ കൂവിയാലുണ്ടല്ലോ സംഘാടകരെടുത്തിട്ട് നിന്നെ കിളയ്ക്കും. അപ്പോഴങ്ങോട്ട് പത്മാവതിക്ക് വേണ്ടി പാടാനിരുന്ന ഭാഗവതർ വരുന്നുണ്ട്. ഊർമിള കർത്താവിനെ കാണിക്കുന്നു. അച്ഛാ ദോണ്ട അയാളാ ആ പത്മയ്ക്ക് വേണ്ടി പാടാനിരുന്ന ആള്. ഇപ്പൊ പറഞ്ഞിട്ടെന്ത് കാര്യം, ഇയാളെക്കാൾ എത്ര മനോഹരമായിട്ടാണ് അവിടെ അമ്മ പാടുന്നത്. അച്ഛാ എനിക്ക് ആകെ ടെൻഷനാകുന്നു, എല്ലാം കൈവിട്ട് പോവോ അച്ഛാ? ഒരിക്കലും ഇല്ല മോളെ, ഈ മത്സരത്തിൽ ജയിക്കുന്നതേ ഈ പാട്ടുപുരകൾ കർത്താവിൻ്റെ മോള് തന്നെയാണ്. എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കും. ഈ സമയത്താണെങ്കിൽ പത്മാവതി നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുവാണ്. അതിലും മനോഹരമായിട്ട് സരസ്വതി അമ്മ പാടുകയും പ്രതാപൻ മൃദംഗം വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നൃത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പത്മാവതിയോട് അംബിക പറയുക, നന്നായിരുന്നു പത്മേ, കൺഗ്രാജുലേഷൻ. ഇനി സമ്മാനം കിട്ടിയില്ലെങ്കിലും നൃത്തം വളരെ മനോഹരമായിരുന്നു. അതിലൊക്കെ ഉപരി തമ്പുരാട്ടിയുടെ പാട്ടും പ്രതാപൻ്റെ മൃദംഗം വായനയും വേണുവും ജഗനും ഒന്നും ഒട്ടും മോശമായിരുന്നില്ല. ഊർമിള ആകെ ടെൻഷനോട് ചോദിക്കുന്നു, അച്ഛാ ഫസ്റ്റ് പ്രൈസ് അവൾക്ക് തന്നെ കിട്ടുമോ? ഇല്ല മോളെ, അവൾ കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കുമോ അച്ഛാ? അവൾ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ എനിക്ക് തന്നെ ആയിരിക്കും അച്ഛാ ഫസ്റ്റ് പ്രൈസ്. മോള് വിഷമിക്കാതിരിക്കുക, അങ്ങനെ കൈക്കൂലി മേടിച്ചാൽ ആ ജഡ്ജിമാരെ ഒന്നടങ്കം ഞാൻ വെച്ചേക്കത്തില്ല. അപ്പോഴവിടേക്ക് വന്ന ഭാഗവതർ പത്മയോട് പറയുന്നു, ഞാനായിരുന്നു പാടാനായിട്ട് വരേണ്ടത്, പക്ഷെ അല്പം താമസിച്ചു പോയി. പത്മാവതി അപ്പം മനസ്സിൽ പറയുന്നു, ഏതായാലും മാഷിനെ വഴക്കൊന്നും പറയണ്ട, മാഷ് വരാതിരുന്നത് കൊണ്ടാണല്ലോ അമ്മ പാടിയതും പ്രതാപേട്ടൻ്റെ മൃദംഗത്തിൻ്റെ താളത്തിൽ എനിക്ക് നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ പറ്റിയത്. എന്തൊരു ഭാഗ്യമായി എനിക്ക് കിട്ടിയത്. ഇങ്ങനെ പ്രതാപനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പത്മാവതി. പത്മയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. നൃത്തം ഇത്രയും മനോഹരമായത് തമ്പുരാട്ടിയുടെ പാട്ടിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ മൃദംഗത്തിൻ്റെ താളവും കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ സരസ്വതി ദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വീണ്ടും ആങ്കർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നടന്ന നൃത്ത മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപനമാണ്. ബഹുമാനപ്പെട്ട ജഡ്ജസ് ഇപ്പോൾ ഫലം പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വേദിയിലോട്ട് നോക്കിയിരിക്കുവാണ്. ഈ സദസ്സിനെ പുളകം കൊള്ളിച്ച മത്സരാർത്ഥി എന്നിങ്ങനെ ജഡ്ജി പറയുമ്പോൾ ഊർമിളയും പത്മയും എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും ഈ മത്സരത്തിൽ ജയിക്കുന്നത് പത്മാവതി തന്നെ ആയിരിക്കും. ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.